ഈ പരാതിയുടെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ 112 വിളിച്ച് പരാതി പറയുകയും പോലീസ് വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഇത് വീട്ടുകാരിയാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞ് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ മകളെയല്ല, മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പോൾ ഇത്രയും രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 5000-ഓളം പ്രണയങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് എങ്ങനെയാണല്ലോ അവൻ 5000-ഓളം പ്രണയം അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ട്. 5000 പേരേത്. അതിൽ 2 പേരെയാണ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിനെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ഉമ്മൻചാണ്ടി ശ്രീ ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ആയ ശ്രീ ബാലകൃഷ്ണപിള്ളയും എത്രയും പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം രണ്ടാമതും വിവാഹം കഴിച്ചു. ആ രണ്ടാം ഭാര്യയാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കും തോറും ഭാര്യമാരെ ഉപദ്രവിക്കും തോറും വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്തിന് ഭൂഷണമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കേണ്ടതാണ്. ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാത്തവരെ സംരക്ഷിക്കുന്ന സംവിധാനം വേണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു ആരോപണം കാണാൻ പാടില്ലാത്തൊരു അരുതാത്ത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. കഥ തുറന്ന് നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മദനം നടത്തുന്നത് കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ഭാര്യ പരസ്യമായിട്ട് പ്രതികരിക്കുക, തന്നെ ഉപദ്രവിച്ചു. മാത്രമല്ല ഈ രംഗങ്ങൾ അവർ റെക്കോർഡ് ചെയ്തപ്പോൾ മൊബൈൽ ഫോൺ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് പിടിച്ചു പറിക്കാൻ നോക്കി. ഇതൊക്കെയാണോ വ്യക്തിപരമായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത്? ഒരു മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രക്ഷയില്ല എന്ന് ഭാര്യ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രശ്നമാണോ? മാത്രമല്ല ഇത് 2ാം തവണയാണത്. ഞാൻ പറഞ്ഞല്ലോ 5000 പ്രണയം തനിക്കുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി 2 ഔദ്യോഗിക കല്യാണമാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാര്യ ഇതേ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്തത്. ഇത് 2ാമത്തെ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്, പിന്നെയും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര കല്യാണം കഴിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ കല്യാണം കഴിച്ച ഭാര്യമാർ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ലേ സമൂഹത്തിൽ? പൊതുരംഗത്ത് അതിനെക്കുറിച്ച് ഒരു വിലയില്ലേ? അതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, സത്യപ്രതിജ്ഞ മന്ത്രി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതിനെ മറ്റു കാര്യങ്ങൾ വെച്ച് ഇതിനെ മൂടാൻ നോക്കണ്ട. ഇത് നടപടി എടുത്തേ തീരും.